നമ്മുടെ ഇവിടുത്തെ ആർമി ക്വാർട്ടേഴ്സിലേക്ക് കൊറിയർ ബോയ്സിനെ അങ്ങനെ അകത്തേക്ക് വിടില്ല. ഞങ്ങളുടെ ക്വാർട്ടറിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ വരെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ച സമയത്താണ് ആൾ വിളിച്ച് പറഞ്ഞത്. ഞാൻ പേയ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് ആളോട് പറഞ്ഞു ഗേറ്റിലെ വാച്ച്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പൊക്കോളാൻ. അപ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ച് പതുക്കെ പോയി എടുത്താൽ മതിയല്ലോ. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് ആണോ എന്ന്. അതേ, കാരണം അവൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. വേറെ ഒന്നുമല്ല, സ്വിമ്മിങ് സ്യൂട്ടാണ്. ഹസ്ബൻഡിൻ്റെ യൂണിറ്റിൽ നമ്മൾ ഒരു പൂളുണ്ട്. അപ്പോൾ അവിടെ ഒരു 1 അവർ കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സിനും പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ അവിടെ ചേർത്തിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ അവന് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സ്വിമ്മിങ് ഡ്രസ്സിലും പ്രോപ്പറായിട്ടുള്ള സ്വിമ്മിങ് ഡ്രസ്സിലും ഗൂഗിൾസൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ നമ്മൾ പുറത്ത് ഡെക്കാത്തലോണിലൊക്കെ നോക്കി അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ട്രൗസറിന് വരെ ഒരു 600-700 റേഞ്ചിലാണ് കേട്ടോ വന്നത്. ഡ്രസ്സിനൊക്കെ ഫുൾ ഡ്രസ്സിനൊക്കെ 1000-ന് മേലെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൺലൈനിൽ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു ഡ്രസ്സും ഈ ഗൂഗിൾസും ഇയർബഡ്സും പിന്നെ ഒരു ക്യാപ്പ് ഒരു അഡൾട്ടിൻ്റെ അല്ലായിരുന്നു, കുറച്ച് വലിയ ആളുടെ ആയിരുന്നു. പക്ഷേ ക്യാപ്പ് മാമോൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, അത് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് വന്നത് 950 രൂപയാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല വർത്തായിട്ട് തോന്നി. ഒരു 7 ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും എല്ലാം കൂടി ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ മോൻ അതൊക്കെ ഇട്ട് ചാടാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ട്യൂബ് ഉണ്ട്. അപ്പോൾ ട്യൂബ് ഇട്ടിട്ട് നീന്താനൊന്നും അറിയില്ല. കുട്ടികൾക്ക് ഫസ്റ്റ് വെള്ളത്തിനോടുള്ളൊരു പേടി മാറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മളിത് കൊണ്ടുപോകുന്നത്. ആൾക്ക് വെള്ളത്തിനോട് അങ്ങനെ പേടിയൊന്നുമില്ല, വെള്ളം ഇഷ്ടമാണ് കളിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ആദ്യം ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് അത്രയും ആഴമില്ല. അപ്പോൾ ആഴമില്ലാത്ത ഭാഗത്ത് മാത്രമേ കളിച്ചാൽ മതി എന്നാണ് കേട്ടോ പറയണത്. പിന്നെ ഇത്രയും ആളുകളുണ്ട്, ട്രെയിനറുണ്ട്. എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ വേഗം ചാടി രക്ഷിക്കാനായിട്ട് ആളുകളുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുതെന്ന്. ആളുടെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ കയറി വരിക, ഇതുപോലെ ജമ്പ് ചെയ്യുന്നതാണ്. ജമ്പ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, എന്നാലും മോൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പഠിക്കാൻ വരുന്നതിനുപരി അവനോട് ഫൺ ചെയ്യാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.